ഹലോ ഗെയ്സ്, PSC ട്രെൻഡ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളെനിക്കൊരു 5 മിനിറ്റ് തരിക. ഈ 5 മിനിറ്റ് ഞാൻ നിങ്ങളെ പാരീസ് ഒളിമ്പിക്സ് 2024 നമ്മുടെ പാരീസ് ഒളിമ്പിക്സ് 33ാമത്തെ പാരീസ് ഒളിമ്പിക്സാണ് നടന്നത്. അപ്പോൾ ഈ പാരീസ് ഒളിമ്പിക്സിനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ 5 മിനിറ്റ് നിങ്ങൾ എൻ്റെ കൂടെ ഇരിക്കുക. ഓക്കെ, ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. പുതിയ കൂട്ടുകാരാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ PSC പഠിക്കുന്ന കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം ഇന്ത്യയുടെ പാരീസ് ഒളിമ്പിക്സ്, അപ്പം 2024 ഒളിമ്പിക്സിൻ്റെ വേദി, 2024 ഒളിമ്പിക്സിൻ്റെ വേദി പാരീസ്, ആ പേരിൽ തന്നെ നമുക്ക് കിട്ടുമല്ലോ പാരീസ് ഒളിമ്പിക്സ്. അപ്പം 33ാമത്തെ ഒളിമ്പിക്സാണ് 2024 പാരീസിൽ നടന്നത്. ഓക്കെ, അപ്പോൾ ഈ പാരീസ് ഒളിമ്പിക്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം, ഇന്ത്യക്ക് ആകെ 6 മെഡലുകളാണ് കിട്ടിയത്. 6 മെഡലുകളിൽ 5 വെങ്കലവും 1 വെള്ളിയാണ്. ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ഇല്ല. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ കിട്ടിയിട്ടില്ല. ഇതിനകത്ത് ഇന്ത്യക്ക് കിട്ടിയെന്ന് വെച്ചാൽ 5 വെങ്കലം പ്ലസ് 1 വെള്ളി, ടോട്ടൽ 6 മെഡൽ. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ ഈ ഓരോ രാജ്യങ്ങളുണ്ടല്ലോ, ഈ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 71ാമത്തെ സ്ഥാനമാണ്, 71ാമത്തെ സ്ഥാനം. അതുപോലെ തന്നെ 2024 പാരീസ് ഒളിമ്പിക്സിലെ ഭാഗ്യചിഹ്നം അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജസ് എന്ന് പറയുന്ന ഒരു തൊപ്പിയാണ്. ഓക്കെ, ഫ്രിഡ്ജസ് എന്ന് പറയുന്ന ഒരു തൊപ്പിയാണ്. ഫ്രിഡ്ജസ് എന്ന് പഠിച്ചാൽ നിങ്ങൾ തൊപ്പിയെന്ന് പഠിക്കേണ്ട, ഫ്രിഡ്ജസ്. അപ്പോൾ പാരീസ് ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നമാണ് ഫ്രിഡ്ജസ്. അപ്പോൾ പാരീസ് ഇതുവരെ 3 തവണയാണ് പാരീസിന് ഒളിമ്പിക്സ് വേദിയായിരിക്കുന്നത്. ഓക്കെ, 2028, 2024 പാരീസ് ഒളിമ്പിക്സ് നടന്നത്. ഇനി 2028 4 വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക്സ് നടക്കുന്നത്. അപ്പോൾ 2028 ഒളിമ്പിക്സിൻ്റെ വേദി എന്ന് വെച്ചാൽ ലോസ് ഏഞ്ചൽസ് ആണ്. ഇപ്പോൾ 2024 പാരീസ്, 2028 ലോസ് ഏഞ്ചൽസിലാണ് നടക്കാൻ പോകുന്നത്. ഇനി 2024 പാരീസ് ഒളിമ്പിക്സ് നടന്ന ഡേറ്റ് ആണ് ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 11 വരെയാണ്. 2024 ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 11 വരെയാണ് പാരീസ് ഒളിമ്പിക്സ് നടന്നത്. ഇനി ഇത് ഏത് നദിയുടെ തീരത്താണെന്ന് വെച്ചാൽ സെൻ നദിയാണ്, സെൻ നദി. ഓക്കെ, അപ്പം പാരീസ് ഒളിമ്പിക്സ് നടന്നത് ഏത് നദിയുടെ തീരത്താണ്? സെൻ നദിയുടെ തീരത്താണ്, സെൻ നദി. ഇനി പാരീസ് ഒളിമ്പിക്സിൽ മാർച്ച് ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം മാർച്ച് ചെയ്ത രാജ്യം ചോദിച്ചാൽ ഗ്രീസാണ്. പിന്നെ അവസാനം മാർച്ച് ചെയ്യുന്ന എപ്പോഴും ആദ്യ രാജ്യമാണ്. അവസാനം മാർച്ച് ചെയ്യുന്ന എപ്പോഴും ആതിഥേയ രാജ്യമായിരിക്കും. ആതിഥേയ രാജ്യം എന്ന് പറഞ്ഞാൽ വേദിയാകുന്ന രാജ്യം, അതായത് ഫ്രാൻസ് ആണ്. ഓക്കെ, അടുത്തത് ഇനി ഉദ്ഘാടന ചടങ്ങിൽ പതാക ഏന്തിയത്, ഇന്ത്യക്ക് വേണ്ടി പതാക ഏന്തിയത് ആരൊക്കെയാണെന്ന് വെച്ചാൽ അജന്ത, ശരത് കമൽ, അതുപോലെ തന്നെ PV സിന്ധു ആണ്. ഓക്കെ, അപ്പോൾ ഉദ്ഘാടന ചടങ്ങിലാണെങ്കിൽ അജന്ത, ശരത് കമലും PV സിന്ധു. ഇനി സമാപന ചടങ്ങ്, ഉദ്ഘാടന ചടങ്ങുണ്ട്, സമാപന ചടങ്ങുണ്ട്. സമാപന ചടങ്ങിൽ ഇന്ത്യക്ക് വേണ്ടി പതാക ഏന്തിയത് PR ശ്രീജേഷ് ആൻഡ് മനു ഭാക്കർ. ഓക്കെ, അപ്പം ഉദ്ഘാടന ചടങ്ങിൽ അജന്ത, ശരത് കമലും PV സിന്ധുവും, കമലും സിന്ധുവാണ് ഉദ്ഘാടന ചടങ്ങിൽ പതാക ഏന്തിയത്. ഇനി സമാപന ചടങ്ങിൽ ഇന്ത്യക്ക് വേണ്ടി പതാക ഏന്തിയത് PR ശ്രീജേഷും മനു ഭാക്കറും. ഓക്കെ, അടുത്തത് ഒളിമ്പിക് ജ്വാല തെളിയിച്ച ഗ്രീക്ക് നടി. അപ്പോൾ ഗ്രീക്ക് നടിയാണ് ഒളിമ്പിക് ജ്വാല തെളിയിച്ചത്. ആരാണ്? മേരി മീന. ഓക്കെ, അടുത്ത മെഡൽ സ്ഥാനങ്ങൾ ഇന്ത്യയുടെ സ്ഥാനം 71 സ്ഥാനം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇനി ഏറ്റവും ആദ്യത്തെ സ്ഥാനം, അതായത് 1ാം സ്ഥാനം കരസ്ഥമാക്കിയതാരാ പാരീസ് ഒളിമ്പിക്സ്? അത് USA ആണ്, അമേരിക്കയാണ്. 126 മെഡലുകളാണ് അമേരിക്കയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. 2ാം സ്ഥാനം ചൈനയ്ക്ക് 91 മെഡലുകളാണ് ടോട്ടൽ കിട്ടിയിരിക്കുന്നത്. 3ാം സ്ഥാനം ജപ്പാന് 45 മെഡലുകളാണ്. അപ്പം നിങ്ങൾ UEJ അങ്ങനെ വല്ല കോഡും വെച്ച് പഠിക്കുക. അതായത് 1ാം സ്ഥാനം USA, 2ാം സ്ഥാനം ചൈന, 3ാം സ്ഥാനം ജപ്പാൻ. നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 71. ഇന്ത്യക്കാകെ എത്ര മെഡലുകളുണ്ട്? 6 മെഡലുകളേ ഉള്ളൂ. അപ്പം അമേരിക്കയ്ക്ക് 125 മെഡലുകൾ, അതുപോലെ തന്നെ ചൈനയ്ക്ക് 91 മെഡലുകൾ ടോട്ടൽ, ജപ്പാന് 45 മെഡലുകൾ. ഓക്കെ, ഇനി ഇന്ത്യക്ക് നമ്മൾ പറഞ്ഞല്ലോ 6 മെഡലുകൾ. ഈ 6 മെഡലുകളിൽ 1 വെള്ളിയും 5 വെങ്കലമാണ് നേടിയത്. ആ 1 വെള്ളി മെഡൽ നേടിയതാരാ? അത് നീരജ് ചോപ്രയാണ്. നീരജ് ചോപ്ര ഏത് കായിക ഇനത്തിലാണ് ആ വെള്ളി മെഡൽ? നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അത് പുരുഷന്മാരെ ജാവലിൻ ത്രോ, അതായത് പുള്ളി അന്ന് എറിഞ്ഞതെന്ന് വെച്ചാൽ 89.45 മീറ്ററാണ്. 89.45 മീറ്റർ. ഓക്കെ, 89.45 മീറ്റർ ദൂരെ എറിഞ്ഞാണ് അന്ന് വെള്ളി മെഡൽ നേടിയത്. അപ്പം ഈ നീരജ് ചോപ്ര സ്വദേശിയാണെന്ന് ചോദിച്ചാൽ നമ്മളെന്താ പറയുക? അത് ഹരിയാനയാണ് കേട്ടോ. അപ്പോൾ ഹരിയാന സ്വദേശിയാണ് നീരജ് ചോപ്ര. അപ്പം ഈ ജാവലിൻ ത്രോയ്ക്കാണല്ലോ വെള്ളി മെഡൽ നമ്മൾ ഇന്ത്യക്ക് വേണ്ടി നീരജ് ചോപ്ര മേടിച്ചത്. അപ്പോൾ ഈ ജാവലിൻ ത്രോ ഡേ അതാണ് ഓഗസ്റ്റ് 7. ഓക്കെ, പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ നേട്ടം നേടിയതാരാണെന്നറിയാമോ? അത് നമ്മുടെ മനു ഭാക്കറാണ് കേട്ടോ. അത് എയർ പിസ്റ്റൽ, 10 മീറ്ററിലെ എയർ പിസ്റ്റലിനാണ് മനു ഭാക്കറിന് പാരീസ് ഒളിമ്പിക്സ് ഇന്ത്യയുടെ ആദ്യ മെഡൽ നേടിയത് മനു ഭാക്കറാണ്. 10 മീറ്റർ എയർ പിസ്റ്റൽ ഷൂട്ടിംഗ് ആണ് കേട്ടോ. അതും ഹരിയാന സ്വദേശി തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രധാനപ്പെട്ട നമ്മുടെ പാരീസ് ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കൾ. നിങ്ങൾ ബേസായിട്ട് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നിട്ടേ എക്സാമിന് നിങ്ങൾ കയറാവുള്ളൂ പാരീസ് ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സ് 33ാമത്തെ പാരീസ് ഒളിമ്പിക്സ് ആണ് നടന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.